നമസ്കാരം. മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളും 2025 എന്ന വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റും എന്നവരുടെ കമ്പനി ചെയർമാൻ RC ഭാർഗവ വളരെ കൃത്യമായിട്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാരുതി സുസുക്കിയുടെ നിലവിൽ 2 വാഹനങ്ങൾക്കാണ് 6 എയർ ബാഗ് ഇല്ലാത്തതുള്ളൂ. അതിൽ സിയാസ് എന്ന് പറയുന്നൊരു വാഹനമുണ്ട്. അത് ഓൾറെഡി സ്റ്റോക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിലനിൽക്കും. അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത വാഹനം തന്നെയാണ്. ഇപ്പോൾ ഡീലർഷിപ്പിൽ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നിലവിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടോ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ആ ഒരു വാഹനം കൊടുക്കുന്നത്. പുതിയ പ്രൊഡക്ഷൻ ആ ഒരു വാഹനത്തിനില്ല. പക്ഷേ മാരുതി സുസുക്കിയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഇഗ്നിസ് എന്ന് പറയുന്നൊരു വാഹനവും, അത് മാത്രമല്ല എറീന ഷോറൂം വഴി വിൽക്കുന്ന എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് വാഹനമാണ്. എന്നാൽ അതിനെ ഒരു SUV കൈൻഡ് ഓഫ് ക്ലാഡിംഗ് ലുക്കൊക്കെ കൊടുത്തിട്ട് ആ ഒരു വാഹനത്തെ SUV സ്റ്റാൻസിലുള്ളൊരു വാഹനമാണെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അത് എസ്പ്രസോയാണ്. ഈ 2 വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ 2 എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് മാരുതി സുസുക്കി അവരുടെ വാഹനങ്ങൾക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയപ്പോൾ ഈ 2 വാഹനങ്ങളെയും മാറ്റി നിർത്തി എന്നുള്ളതാണ് അതിൽ വിചിത്രമായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഇഗ്നിസിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് എന്ന് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഇപ്പോൾ സജീവമായി ചർച്ചകളിലുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നിസിനെ കുറിച്ചിട്ടാണ്. ഇഗ്നിസിന് 4 വേരിയൻ്റ് ആണുള്ളത്. നെക്സാർ ഷോറൂം വഴിയാണ് ഈ ഒരു വാഹനം വിൽക്കുന്നത്. സിഗ്മ എന്ന് പറയുന്ന അടിസ്ഥാന വേരിയൻറ്റ്, അതിന് മുകളിൽ ഡെൽറ്റ, സീറ്റ, ആൽഫ എന്ന വേരിയൻറ്റ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ GST സ്ലാബിലേക്ക് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളുടെ പ്രൈസ് മാറുമ്പോൾ, അത്തരത്തിൽ എക്സ് ഷോറൂം പ്രൈസ് മാറുമ്പോൾ ഈ സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷന് എത്രത്തോളം വില വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു വാഹനത്തിന് 5,85,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. നിലവിൽ മാരുതി സുസുക്കി അവരുടെ 18% GSTയിലേക്ക് മാറ്റിയ എക്സ് ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നതുകൂടെ എടുത്തു പറയട്ടെ. 2025 സെപ്റ്റംബർ 22 ശേഷമായിരിക്കും മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും അവരുടെ പുതിയ സ്ലാബിലേക്ക്, GST സ്ലാബിലേക്ക് എക്സ് ഷോറൂം പ്രൈസ് കൊണ്ടുവരിക എന്നുള്ളത്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം 1197 cc ആണ്. K12N എന്ന് പറയുന്ന എഞ്ചിനല്ല, ഇത് K12M എന്ന് പറയുന്ന എഞ്ചിനാണ്. 83 PS പവർ, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നു. 113 Nm ടോർക്ക്, അത് 4200 RPM ജനറേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് 1197 cc എന്ന് പറഞ്ഞത്? പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് 1200 cc മുകളിലേക്ക് ഇത് പോയിട്ടില്ല എന്നുള്ളതാണ്. 3700 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നിലവിൽ 28% GSTയും അത് ബേസ് പ്രൈസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയുടെ 1% സെസ്സും ഉണ്ട്. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അത് 5,85,000 രൂപയാണ്. എടുത്തു പറയട്ടെ, ഇത് സിഗ്മ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ്, ബേസ് മോഡലാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് കേരളത്തിൽ അപ്രോക്സിമേറ്റ്ലി വരുന്നത് 6,91,000 രൂപയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് 5 ലക്ഷത്തിന് മുകളിലേക്ക് 10 ലക്ഷത്തിന് താഴെ എക്സ് ഷോറൂം പ്രൈസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 13% റോഡ് ടാക്സ് ഈടാക്കുന്നത്. അത് എക്സ് ഷോറൂം പ്രൈസിന് മുകളിലാണ്. അതിനുള്ളിൽ 28% GSTയും 1% സെസ്സും ഉള്ള കാര്യം നിങ്ങൾ മറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടാക്സിന് മുകളിലാണ് ഇവിടെ ടാക്സ് അടിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 6,91,000 രൂപ അപ്രോക്സിമേറ്റ്ലി വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5,85,000 കൂടെ അതിൻ്റെ 13% റോഡ് ടാക്സ് വരുമ്പോഴത്തേക്കും ഏകദേശം 76,050 രൂപ വരും. അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് ഒരു 30,000 രൂപ റഫായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ 6,91,000 രൂപ ഓൺ റോഡ് ഈ ഒരു വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി വരും. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ അടിസ്ഥാന വില, ബേസ് പ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ 4,55,500 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അടിസ്ഥാന വില. ഈ ഒരു വാഹനത്തിൻ്റെ അടിസ്ഥാന വില എന്ന് ചോദിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിൻ്റെ അടിസ്ഥാന വില. അതിനെ 18% മാറ്റുമ്പോൾ 81,990 രൂപയായിരിക്കും GST വരുന്നത്. മുമ്പ് 28% ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും ആയിരുന്ന സമയത്ത് 1,27,540 രൂപയാണ് അത്തരത്തിൽ GST മാത്രമായിട്ട് വരുന്നത്. അത് കുറഞ്ഞിട്ട് 81,990 രൂപയാകും. 1% കോമ്പൻസേഷൻ സെസ് എടുത്തു കളഞ്ഞോടുകൂടി അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും പുതിയ സ്ലാബിൽ 18% GST സ്ലാബിൽ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 5,37,000 രൂപയായിട്ട് മാറും. മുമ്പ് 5,85,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5,37,000 രൂപ എന്നുള്ള രീതിക്ക് മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ 5,37,000 രൂപ എന്ന് പറയുന്ന 8% GST അടിസ്ഥാനമാക്കിയിട്ടുള്ള വിലയും നിലവിലുള്ള 5,85,000 രൂപയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 48,000 രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും എന്ന് നമുക്ക് തോന്നിയാലും ഇത്തരം വാഹനങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഉണ്ടാകില്ല. ഡിഫറൻസ് കൂടുതൽ വരുന്നത് കോമ്പാക്ട് SUV കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ
ടർബോ ബേസ്ഡ് ആയിട്ടുള്ള 4 മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തുള്ള 1200 cc താഴെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള പെട്രോൾ വാഹനങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്. ഇവിടെ വെറും 48,000 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഈ 5,37,000 രൂപയുടെ 13% റോഡ് ടാക്സും അതുമാത്രമല്ല റഫായിട്ട് ഒരു 30,000 രൂപ ഇൻഷുറൻസും ആഡ് ചെയ്താൽ ഓൺ റോഡ് വരുന്നത് 6,36,000 രൂപയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 6,90,000 രൂപ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നൊരു വാഹനം പുതിയ GSTയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 6,36,000 രൂപ എന്ന് പറയുന്ന മറ്റൊരു പ്രൈസിലേക്ക് വന്നു. ഈ രണ്ട് പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെറും 55,000 രൂപയുടെ ഡിഫറൻസ് മാത്രമാണ്. നോർമലി നമുക്ക് കിട്ടുന്ന ഒരു ഓഫർ തന്നെയാണ് അത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളൊരു GST കട്ട് ഇത്തരം വാഹനങ്ങൾ എസ്പ്രസോ, സെലേറിയോ, വാഗണാർ, ഇഗ്നിസ്, ഓൾട്ടോ കേട്ടൻ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് നെക്സോൺ, 3XO, ബ്രസയ്ക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ബ്രസ പെട്രോൾ എഞ്ചിനാണ്, 1500 cc മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു ലാഭം അവിടെ കിട്ടില്ല. മഹീന്ദ്രയുടെ ഥാർ 1.5 റെയർ വീൽ ഡ്രൈവ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ വലിയ വാഹനങ്ങൾ ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങളൊക്കെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രൈസ് കട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ എൻട്രി ലെവൽ കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് റഫായിട്ട് ഒരു 55,000 രൂപ ഡിഫറൻസ് ഒക്കെയാണ് ഉണ്ടാവുക. ഇത് തന്നെയാണ് വാഗണാറിൻ്റെ കേസിലും. വലിയ വാഹനങ്ങളുടെ ബേസ് പ്രൈസിൻ്റെ മുകളിൽ 18% GST ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ് ഷോറൂം പ്രൈസ് 5 ലക്ഷത്തിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 13% റോഡ് ടാക്സിൽ നിന്നും അത് 11% റോഡ് ടാക്സിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ 2% ഒരു ലാഭം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ലഭിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രത്തോളം വലിയൊരു ഡിഫറൻസ് ഇത്തരം ചെറു കാറുകൾക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇഗ്നിസിനൊക്കെ വലിയ ഓഫറുകൾ വരും എന്ന് പ്രതീക്ഷിച്ചാലും നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും വെറും 55,000 രൂപ ഡിഫറൻസ് ആണ്. എന്നാൽ ഇഗ്നിസിൻ്റെ ഓട്ടോമാറ്റിക് ആൽഫ ട്രിമ്മിൽ വരുന്ന ഏറ്റവും ടോപ്പ് മോഡലിനൊക്കെ ഇപ്പോൾ 8,14,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. അത് 18% മാറുമ്പോഴത്തേക്കും അവിടെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ടോപ്പ് എൻഡ് വാഹനങ്ങൾക്കാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ GST കട്ടിലൂടെ ഒരുപാട് അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. നിലവിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിറോസ് എന്ന് പറയുന്ന വാഹനം, അതുമാത്രമല്ല വെന്യൂ, സോണറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഥാറിൻ്റെ റെയർ വീൽ ഡ്രൈവ് 1,35,000 വരെ അതിന് ഡിസ്കൗണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഈ GST കട്ടിലൂടെ പ്രൈസ് ബെനിഫിറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്തരം വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഫ്രോക്സിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. അത്തരം വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ലഭിക്കും. എന്തായാലും പുതിയ GST സ്ലാബിലുള്ള എക്സ് ഷോറൂം പ്രൈസ് വരട്ടെ. അതും പ്രകാരം ഓൺ റോഡ് എത്രയാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് കാത്തിരിക്കുക. അത്തരത്തിൽ വാഹനം വാങ്ങിച്ചതിന് ശേഷം ഒഫീഷ്യലി ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പുതിയ വാഹനം വാങ്ങാനായിട്ട് തീരുമാനം എടുക്കുക. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ മന്തിലുള്ള വാഹനം തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. നല്ല ഓഫേഴ്സ് ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ടായിരിക്കും. ഷോറൂമുകാർ ഒരു ഓഫേഴ്സും അങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം അടിസ്ഥാന വില എന്ന് പറയുന്നത് ഇവരുടെ ലാഭവും ഇവരുടെ നിർമ്മാണ ചെലവെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു തുകയാണ്. അതിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഷോറൂമുകാർ കാര്യമായിട്ടുള്ള ഓഫേഴ്സ് ഒന്നും കുറയ്ക്കാൻ പോകുന്നില്ല. ഇനി അതിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഷോറൂമുകാർ നിലവിലുള്ള ഓഫേഴ്സൊക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഷോറൂമിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം എക്സ് ഷോറൂം പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം, അതുമാത്രമല്ല ഓഫേഴ്സൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം വാങ്ങാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.